ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ റാന്നി കോടതിയിൽ ഹാജരാക്കി. മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു എന്നിവരെയാണ് ഹാജരാക്കിയത്. മൂവരെയും കസ്റ്റഡിയിൽ വേണമെന്ന് SIT ആവശ്യപ്പെടും. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ N വാസുവിനെയും A പത്മകുമാറിനെയും വൈകാതെ ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളെ ഇപ്പോൾ റാന്നി കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, സുധീഷ് കുമാർ, KS ബൈജു എന്നിവരെയാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയത്. മൂവരെയും കസ്റ്റഡിയിൽ വേണമെന്നാണ് SITയുടെ ആവശ്യം. അതേപോലെ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, ഈ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് SIT എന്താണ് പറയുന്നത്? 3 പ്രതികളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണോ നീക്കം? അതെ അമൃത, ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ, കോടതി നടപടികളിൽ ഏറ്റവും സുപ്രധാനമായ ദിവസം തന്നെയാണ് ഇന്ന്. കാരണം മുൻ ദേവസ്വം ഉദ്യോഗസ്ഥരായ 3 പ്രതികളെയാണ് ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇവർ 3 പേരുടെ ഒരാളുടെ മാത്രമാണ് ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നത്. മുരാരി ബാബുവിന്റെ മാത്രം ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. മറ്റുള്ള പ്രതികൾക്ക് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി അവരെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കാണ് SIT സംഘം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസ്, അതായത് ശ്രീകോവിലിന് മുന്നിലെ കട്ടളപ്പാളി കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതി നടപടികൾ നടക്കുന്നത്. ഈ കേസിൽ ഈ 3 പ്രതികളുമായും സന്നിധാനത്തുൾപ്പെടെ എത്തി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം SIT സംഘത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുമായി സന്നിധാനത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആ കാര്യം സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും അത്തരമൊരു നടപടി കൂടി ഇനി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും വിപുലമായ ഒരു അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ റാന്നി കോടതിയിലുള്ളത് മുരാരി ബാബുവും അതോടൊപ്പം സുധീഷ് കുമാറും ഇന്നലെ അറസ്റ്റിലായ KS ബൈജുവുമാണ്. ഇവർ 3 പേരും ദേവസ്വത്തിന്റെ സുപ്രധാന ചുമതലകളിൽ, അതോടൊപ്പം ശബരിമലയുടെ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട അതിന്റെ സൂക്ഷിക്കേണ്ട, അതിന് കൃത്യവിലോപം നടത്തിയ ആളുകൾ കൂടിയാണ് ഈ 3 പേരും. അതുകൊണ്ട് തന്നെ ഇവരെ കോടതി നടപടികളുടെ ഭാഗമാക്കി ഇവരെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കാനുള്ള സാധ്യത SIT സംഘം വിപുലമായ രീതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗമാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇരു കേസുകളിലുമായി പ്രതികളായ മുഴുവൻ പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികളാണ് കൊണ്ട് പൂർത്തിയാക്കാനുള്ളത്. നവംബർ 17-നാണ് ശബരിമല നട തുറക്കുന്നത്. ഈ സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ കേസിൽ സുപ്രധാന പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കാനാണ് SIT സംഘത്തിന്റെ നീക്കം. അമൃത.